അപ്പൊ മണവാട്ടിയായി വന്നത് അമ്മ. അത് ഭയങ്കരമായി പോയിട്ടോ. എന്റെ പടച്ച റബ്ബേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. എന്താ പേര്? ദീപ. എന്നിട്ട് കാർന്നോറായിട്ട് അച്ഛനും. എന്താ പേര്? പ്രശാന്ത്. അയ്യോ, ഈ ചേട്ടൻ ഇങ്ങനെ ഡ്രസ്സിലല്ലെങ്കിൽ ഭയങ്കര കുറച്ചുകൂടെ യങ്ങാണ്. പക്ഷേ ഈ ഡ്രസ്സിൽ ഭയങ്കര ഇതിനു മുമ്പ് മറ്റേ ഷർട്ടും മാറ്റി ഓടി ഇട്ടിരിക്കുമ്പോ ഞാൻ പാട്ട് പോലും പറഞ്ഞ അച്ഛന്റെ മുഖത്തോട് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ മനുഷ്യനാണ് ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല. അത് സന്തോഷിപ്പിക്കാൻ തെറ്റിദ്ധരിക്കരുത്, റിമി അങ്ങനെയുള്ള ആളാണ്. ചേട്ടനെല്ലാം കസിൻ ബ്രദറാണ് അഖിൽ. എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ് ആണ്. ഇതാ ചേച്ചി അല്ലേ? ആ, പേരെന്താ? ഗൗരി. പിന്നെ ദൂർവശി ചേച്ചി. എന്റെ പേര് തുളസി. തുളസി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. പെങ്ങളാണ്. എന്റെ വീട് പ്രഭാവതി. ദീപയുടെ അമ്മ. അമ്മ. അമ്മൂമ്മ. ആ, അപ്പൊ നന്നായിരുന്നു നിങ്ങളുടെ അഭിനയവും ബാക്കിയുള്ള പ്രസന്റേഷൻ, മോള് പാടിയതും എല്ലാം നല്ല രസമായിരുന്നു. സാർ, എനിക്ക് കാര്യം പറയണ്ട അല്ല. ഫൈനൽ ഓഡീഷന് വന്നപ്പോ ഗൗതം ഇങ്ങനെ പാടുന്ന ഒരു സീന് ഞാൻ കണ്ടു. ആ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും ഭാഗ്യം ചെയ്തൊരു നിമിഷമായി തോന്നിയത്. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ സൗണ്ട് ലാലേട്ടന്റെ സൗണ്ട് ആണെന്ന് ഇങ്ങനെ വിചാരിച്ച് നമ്മള് MG സാറിന്റെ സൗണ്ട് അങ്ങനെ അറിയാതെ അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട്, അത്രയും മാച്ച് ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു സൗണ്ടിന്റെ ഉടമ എന്റെ മോളോട് സംസാരിക്കുന്ന ആ ഒരു നിമിഷം ഇങ്ങനെ ഞാൻ ഭയങ്കര ലക്കിയസ്. ഞാൻ അപ്പൊ വിചാരിച്ചു ഇനിയിപ്പോ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിലെ മോൾ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് സെലക്ഷൻ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ അന്ന് നിന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ സാറും MG സാറൊക്കെ പറഞ്ഞ ഓരോ കമന്റുകളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തൊരു അമ്മയാണ് എന്ന് പലപ്പോഴും ഇങ്ങനെ തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. ആ ശബ്ദമാണ് മോളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഗൗതമിക്കുട്ടി, ഞാൻ നമ്മൾ എപ്പോഴും പറയുന്ന, കാരണം ഇങ്ങനെ ഒരു ടോൺ അധികം പേർക്കില്ല. മോളുടെ ഏറ്റവും ഒരു പ്ലേ ബാക്ക് സിംഗർ ആവാൻ ഏറ്റവും വേണ്ടത് ഒരു യുണീക്ക് വോയിസ് ആകുക എന്നുള്ളതാണ്. ഇപ്പം മോക്കതുണ്ട്. മോളുടെ ഈ ടോൺ അധികം പേർക്കില്ല. അത് മാത്രം നല്ല ത്രോ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ പാടുമ്പോൾ താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് എന്ന് പറയുമ്പോഴാണ് ആ മഞ്ചരിയുടെ ശബ്ദവും വളരെ മാച്ചായിട്ട് മോക്ക് വളരെ ചേരുന്ന ഒരു പാട്ടിനെ സെലക്ട് ചെയ്തു. അത് നമുക്ക് ആ ഒറിജിനൽ പാട്ടിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രസമായിട്ട് മോള് പാടിയല്ലോ. നമുക്ക് ഇവിടെ ഇരുന്ന് കൈ തട്ടാൻ ലാസ്റ്റൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൈ അടിച്ചത് ആഘോഷിക്കായിരുന്നു ഈ പാട്ട്. ഒരു മത്സരത്തിലെ പാട്ട് കേട്ട പോലെ ഒന്നുമല്ല. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. ഗൗതമി, എന്ത് സർ? ഗൗതമി ഒരു ദൈവാനുഗ്രഹം. അതാണ് അമ്മ പറഞ്ഞ. അമ്മ മനസ്സിന്നൊരു കാര്യം MG പറ്റി പറഞ്ഞപ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. ഞാൻ എല്ലാവരോടും പറയാ, ഇപ്പൊ ഈ ഒരു കൊച്ചുകുട്ടി കാരണം നിങ്ങളുടെ കുടുംബം മുഴുവൻ സ്റ്റേജിലോട്ട് വന്നു. ഇതൊക്കെയാണ്, ചിലതൊക്കെ നിയോഗമാണ്, നിങ്ങൾ അറിയപ്പെടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലുള്ള വരുന്നത്. അപ്പോൾ ദൈവനിയോഗം. അപ്പോൾ അത് നന്നായി എൻജോയ് ചെയ്യാം. ഗൗതമി, എനിക്കും നിന്റെ പാട്ടും നിന്റെ ടോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ, മോളുടെ ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ മൈക്ക് പ്ലേസ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടൊക്കെ ഇൻട്രിക്കേറ്റ് സോങ്സാ. പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ ഭയങ്കര കഴമ്പുള്ള പാട്ടായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ മുഖം മാറും, എന്നാലും അതൊക്കെ ചിരിച്ച്, അതാണ് പ്രൊഫഷണാലിസം എന്ന് പറയുന്നൊരു ക്രിയേറ്റർ ആവുന്നത്. അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ സിംഗർ ആവുന്നത്. നമ്മൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനും ഒക്കെ വെച്ചിരുന്നിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ഒതുക്കി നമ്മൾ ചിരിയിൽ ഒതുക്കുന്നു, അതാരും അറിയുന്നില്ല. അപ്പം നമ്മളെടുക്കുന്ന ഓരോ സ്ട്രെസ്സും നമ്മൾ ചിരിയിൽ ഒതുക്കുന്നു, പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നതും നിന്നെ എല്ലാവരും അനുഗ്രഹിക്കുന്നതും കേട്ടോ. അപ്പോൾ എല്ലാ ഫാമിലിക്ക് എല്ലാവർക്കും ആശംസകൾ. ഗംഭീരായി. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.